ഹായ് ഓൾ, ഇന്ന് നമ്മൾ എത്നിക് സീരീസിൽ മറ്റൊരു ഡിസൈനാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്നിവിടെ ഒരു ട്യൂബ് ക്രോപ്പ് ടോപ്പും ഹാഫ് സർക്കിൾ സ്കർട്ടും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 4 to 5 year old കിഡിൻ്റെ സൈഡ് ഷർട്ടാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ പോയിന്റ് എടുത്തിട്ടുണ്ട്, അത് 5 inch. ദെൻ ഇനി നമ്മൾ ആം ഹോൾ ഡെപ്ത് ആണ്, അതും ഞാൻ 5 inch തന്നെയാണ് കൊടുക്കുന്നത്. പൊതുവേ ഞാൻ ആം ഹോൾ ഡെപ്ത് എക്സ്ട്രാ ഒരു 1/2 inch കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും കൊടുക്കാറ്. പക്ഷേ ഇത് ട്യൂബ് ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി കൈക്കുഴി കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ഒത്തിരി ഇറങ്ങിപ്പോകും. സോ അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എത്രയാണോ ഷോൾഡർ പോയിന്റ് കൊടുത്ത് അത് തന്നെയാണ് ഞാൻ ആം ഹോൾ ഡെപ്തായിട്ടും കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ ക്രോപ്പ് ടോപ്പായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 10 inch എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് ലൈനിൽ നിന്ന് ഒരു 1/2 inch നമ്മൾ താഴത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ ഭാഗം ഇച്ചിരി ഒന്ന് ബെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഈ ട്യൂബ് ക്രോപ്പ് ടോപ്പിന് ഷോൾഡർ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് റഫിൾസ് വന്നിട്ട് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാനിവിടെ എടുക്കുന്നത് 5 inch ആണ്. പൊതുവേ നമ്മൾ ഇത് ഞാനിപ്പം മെഷർ ചെയ്തെടുത്ത വാല്യൂ ആണ് കേട്ടോ, 5 inch എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ 4.5 inch ലെങ്ത് ഒക്കെ എടുത്താൽ മതിയാകും. അതായത് ഒരു സൈഡിലോട്ടുള്ള ലെങ്ത്താണ് 4.5 inch കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും ഞാൻ ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും ഫാബ്രിക്കിൽ ട്രേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് നമ്മൾ ലൈനിങ് പീസിലോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഫാബ്രിക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ പാറ്റേൺ ട്രേസ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് ബോഡീസാണ് ട്രേസ് ചെയ്യുന്നത്. ഞാൻ ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് ബോഡീസ് ഞാൻ ബാക്കിൽ ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത്. അതായത് ഹുക്ക് ആൻഡ് ഐ സ്ട്രാപ്പ് പിടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സീം അലവൻസ് വേണം. സോ അതിനായിട്ട് ഞാനൊരു എക്സ്ട്രാ 0.25 inch മാറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ലൈനിലായിരിക്കണം നമ്മുടെ പാറ്റേൺ പേപ്പർ വെച്ചിട്ട് ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും ഞാൻ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, നമ്മളിതിന് സീം അലവൻസ് കൊടുക്കുക. സീം അലവൻസ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ സൈഡ് സീമിന് 1 inch, ചെസ്റ്റ് ലൈനിൻ്റെ അവിടെ നമ്മൾ 1/2 inch കൊടുക്കുന്നുണ്ട്. ആൻഡ് ഹെം പോർഷനും നമ്മൾ 1/2 inch ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ഫാബ്രിക്കും കൂടി ഞാൻ ചേർത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ ബാക്ക് ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ബാക്ക് ബോഡീസിന് രണ്ടും സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഹുക്ക് ആൻഡ് ഐ സ്ട്രാപ്പ് പിടിപ്പിക്കാനായിട്ട് കുറച്ച് സീം അലവൻസ് വേണ്ടി വരില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ബാക്ക് ബോഡീസിന് 0.25 inch മാർക്ക് ചെയ്തത് കേട്ടോ. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ ഷോൾഡർ സ്ട്രാപ്പിൽ റഫിൾസ് ആണ് ആഡ് ചെയ്യുന്നത്. സോ അതിനായിട്ട് ഞാൻ 2 ഫാബ്രിക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത്ത് വന്നിട്ട് നമ്മുടെ ഷോൾഡർ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് 10 inch ആയിരുന്നു, അതിൻ്റെ 3 ഇരട്ടി എടുത്തിട്ടുണ്ട്. സോ 30 inch ആണ്. വീതി വന്നിട്ട് ഞാൻ 5 inch ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഇതേപോലെ നമ്മളൊന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളത് തിരിച്ചിടുക. ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിനെ ഒന്നും കൂടി നമ്മൾ സെൻറ്റർ ഫോൾഡ് ചെയ്ത് നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അയൺ ചെയ്തതിന് ശേഷം നമുക്ക് ആ സെൻറ്റർ ഫോൾഡ് ചെയ്തതിൻ്റെ ഒരു ലൈൻ കാണുമല്ലോ, അവിടുന്ന് 2 സൈഡിലോട്ട് ഒരു 1/4 inch മാറ്റി നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സെൻറ്റർ പോർഷനിൽ ഒരു 1/2 inch ഗ്യാപ്പിലൊരു ടണൽ പോലെ നമുക്ക് കിട്ടും. അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ ഇലാസ്റ്റിക് ബാൻഡ് ഇൻസേർട്ട് ചെയ്യുക. ഇലാസ്റ്റിക് ബാൻഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ഷോൾഡർ സ്ട്രാപ്പിൻ്റെ അതേ ലെങ്ത് തന്നെയാണ് എടുക്കുന്നത്, 10 inch. അതിനോടൊപ്പം 1 inch കൂടി സീം അലവൻസ് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടൽ 11 inch. സോ ഇവിടെ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതി വന്നിട്ട് 1/4 inch ആണ് കേട്ടോ. സോ ഇത് നമ്മൾ ഇതേപോലെ ഇൻസേർട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സെൻറ്റർ പോർഷനിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഒരു ടണൽ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ കറക്റ്റ് ഇലാസ്റ്റിക് ബാൻഡിൻ്റെ അതേ രീതിയിൽ കൊടുക്കാതെ ആയിരിക്കുന്നല്ലോ, അതിനൊരു ഇച്ചിരി കൂടി ഒന്ന് കൂട്ടി കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇനി ഈ ഇലാസ്റ്റിക് ബാൻഡും നമ്മൾ ഫാബ്രിക്കും കൂടി ഒന്ന് ചേർത്തടിക്കുന്നുണ്ട്, അത് വിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ 2 ഷോൾഡർ സ്ട്രാപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് നമുക്കൊന്ന് നോക്കാം.
ഇനി ഞാൻ ടോപ്പിൽ നമ്മൾ ഹെം പോർഷനിൽ സ്കാലപ്പ് ഡിസൈൻ ഞാൻ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. സോ അതിനായിട്ട് ഞാനൊരു ഫാബ്രിക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലെങ്ത് വന്നിട്ട് ടോപ്പിൻ്റെ അതേ ലെങ്ത് തന്നെയാണ്. വീതി വന്നിട്ട് ഞാനൊരു 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മളതൊരു 1/2 ഇഞ്ച് മാറ്റി ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിന് മുകളിലോട്ട് ഒരു 1/4 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. അതിൽ ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഈ ലൈനിലായിരിക്കും നമ്മുടെ സ്കാലപ്പിൻ്റെ പാറ്റേൺ വെച്ച് ട്രേസ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ ടോപ്പിൻ്റെ 2 സൈഡിലെയും ആ സീം അലവൻസ് 1 ഇഞ്ച് ആയിരുന്നു, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ സീം അലവൻസ് അല്ലാണ്ടുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കുക. അത് നമുക്ക് 11.5 ഇഞ്ചാണ്. സോ സ്കാലപ്പിൻ്റെ വിഡ്ത്ത് അറിയണമെങ്കിൽ നമ്മൾ എത്രയാണോ സ്കാലപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഡിസൈഡ് ചെയ്യുക. ഞാനിവിടെ ഒരു 6 നമ്പേഴ്സ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ 11.5 ഇഞ്ചിനെ 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു 1.9 ഒക്കെ കിട്ടും. ഞാനത് റൗണ്ട് ചെയ്തൊരു 2 ഇഞ്ച് വിഡ്ത്തിലുള്ള സ്കാലപ്പാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ആ 1 ഇഞ്ച് വന്നിടത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു ഡിസൈൻ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി ഈ വരച്ചതിന് പുറത്തുകൂടി നമ്മൾ പതുക്കെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് അത്യാവശ്യം നമ്മൾ പതുക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും. ഇതിലും നല്ല നീറ്റായിട്ട് നമുക്ക് ക്യാൻവാസ് പേപ്പറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നീറ്റായിട്ട് കിട്ടും കേട്ടോ. സോ ഇതിപ്പം ഞാൻ ഒരു പീസ് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അതല്ലാണ്ട് ജസ്റ്റ് ലൈനിങ്ങിൻ്റെ പുറത്തൂടെ തന്നെ ഡിസൈൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിൽ തിരിച്ചെടുക്കുകയും ചെയ്യാം. ഞാൻ അതിലും കൂടി കുറച്ചും കൂടി ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സോ ഇനി എന്താ നമ്മൾ ചെയ്യുക, നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് ഒരു 1/2 ഇഞ്ച് മാറ്റി സ്റ്റിച്ച് ചെയ്തല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി സ്കാലപ്പിൻ്റെ ഓരോ ജോയിൻസിലും നമ്മൾ ഇതേപോലെ കുഞ്ഞി കുഞ്ഞി നോച്ചസ് കൊടുക്കുക. നോച്ചസ് കൊടുത്തതിന് ശേഷം എന്താ ഇത് നമ്മൾ തിരിച്ചിട്ടിട്ട് നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. നമ്മളിത് അയൺ ചെയ്ത് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ എക്സ്ട്രാ ലൈനിങ് പീസ് വെച്ചിട്ടാണല്ലോ ഈ സ്കാലപ്പ് ഡിസൈൻ ചെയ്തേ. അപ്പോൾ ആ ലൈനിങ് പീസ് നമുക്ക് ഉടുപ്പിൻ്റെ ഉൾഭാഗത്തുണ്ടാകും. അത് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ. അത് നമ്മൾ ഈ മെയിൻ ഫാബ്രിക്കുമായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ലൈൻ നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ വിസിബിൾ ആയിരിക്കും. സോ അങ്ങനെ കാണാണ്ടിരിക്കണമെങ്കിൽ ഹെമ്മിങ് തന്നെ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ആ ഒരു ഫിനിഷിങ്ങിന് നല്ലത് കേട്ടോ. സ്കേർട്ട് പാർട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ ഹാഫ് സർക്കിൾ സ്കേർട്ടാണ് ചെയ്യുന്നതെന്ന്. സോ അതിൽ ഫാബ്രിക് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യം ഒരു ന്യൂസ് പേപ്പറിൽ കാണിക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും കേട്ടോ. സോ ആദ്യം നമ്മളിതൊരു ഫാബ്രിക്കാണെന്ന് കരുതുക. ഞാൻ ആദ്യം അതിനൊരു ഒരു വട്ടം ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താ നമ്മൾ ഇതേപോലെ കോണോട് ചേർത്തൊന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. ഇനി ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ വേസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ഹിപ്പ് ലൈൻ ആക്കി എടുക്കുന്നത്. ആൻഡ് ഇപ്പോൾ രണ്ടാമത് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ആ സ്കേർട്ടിൻ്റെ ലെങ്ത് ഭാഗമാണ്. സോ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫുൾ റൗണ്ട് സർക്കിൾ ഉണ്ടല്ലോ അതിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും ഈ മെത്തേഡ് എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിന് ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ആ സൈഡ് ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി കൊടുക്കുന്ന ബേസ് ലൈൻ അല്ലെങ്കിൽ ഹിപ്പ് ലൈനിൻ്റെ ഒപ്പം എക്സ്ട്രാ ഒരു
0.25 ഇഞ്ചോ ഹാഫ് ഇഞ്ചോ സീം അലവൻസ് കൊടുക്കണം, എങ്കിലേ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. സോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെ ഞാൻ ലൈനിങ് ഫാബ്രിക്കിൽ ആദ്യം ചെയ്യുകയാണ്. ആദ്യം ഞാൻ ആ ഫാബ്രിക് ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു. ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ അതിൻ്റെ കോണോട് ചേർത്ത് ഒരു ഫോൾഡ് കൂടി കൊടുക്കുകയാണ്. ഇതേപോലെ ഒരു ഫോൾഡ് കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലൊരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ വേസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ഹിപ്പ് ലൈനാണ് മെഷർ ചെയ്യുന്നത്. ഞാൻ ഈ സ്കേർട്ട് ചെയ്യാൻ വേസ്റ്റ് ലൈനാണ് ചൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഹിപ്പ് ലൈനും ചൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ 4 to 5 year old കിഡിൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 23 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എടുക്കുക, അതിനോടൊപ്പം ഈസ് ആഡ് ചെയ്യുക. ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ ഈസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 25 കിട്ടി. ഈ 25നെ നമ്മുടെ പൈ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുക, അതായത് 3.14. അപ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 8 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ റേഡിയസ് ആണ്. സോ അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് സർക്കിൾ സ്കേർട്ട് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നതാണ് സർക്കംഫറൻസ് പ്ലസ് ഈസ് ഡിവൈഡഡ് ബൈ പൈ വാല്യൂ. ഈ സർക്കംഫറൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട്. സോ അപ്പോൾ ഈ മാർക്ക് ചെയ്ത ലൈൻ നമ്മളൊന്ന് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്നത് 6.25 ഇഞ്ചാണ്. അപ്പോൾ ഈ ഫാബ്രിക് നമ്മൾ നിവർത്തുമ്പോൾ വൺ സൈഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 12.5 ഇഞ്ച് ആയിരിക്കും. 12.5 ഇഞ്ച് ഒരു സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും കൂടി ചേർത്തെടുക്കുമ്പോൾ നമുക്ക് 25 ഇഞ്ചാണ്. അതായത് കറക്റ്റ് മെഷർമെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫാബ്രിക്കിൻ്റെ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേർത്തടിച്ച് കഴിയുമ്പോൾ നമ്മുടെ എക്സാക്ട് വാല്യൂ നിന്നാണ് റെഡ്യൂസ് ആയി പോകുന്നത്. അപ്പോൾ നമ്മൾ സീം അലവൻസ് കൊടുക്കണം. സോ അതുകൊണ്ട് ഞാൻ ഈ 8ൻ്റെ ഒപ്പം ഒരു 1/4 ഇഞ്ച് എക്സ്ട്രയും കൂടി കൊടുത്ത് 8.25 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ടാമത് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അന്നേരം നമുക്ക് 6.5 ഇഞ്ച് കിട്ടും. അപ്പോൾ 6.5 ഇഞ്ചിന് നമ്മൾ ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് 26 കിട്ടും. എക്സ്ട്രാ നമുക്കൊരു 1 ഇഞ്ച് സീം അലവൻസിന് വേണ്ടി കിട്ടിയില്ലേ. സോ അതുകൊണ്ടാണ് ഞാൻ 8.25 ഇഞ്ച് എടുത്തത് കേട്ടോ. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത് ആണ്. ശരിക്കും പറഞ്ഞാൽ 4 to 5 year old കിഡിന് സ്കേർട്ടിൻ്റെ ലെങ്ത് 23 ആണ്. ഇത് ലൈനിങ് പാർട്ട് ആയതുകൊണ്ട് ഞാൻ 21 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റും നമ്മൾ ഫാബ്രിക് ഫോൾഡ് ചെയ്ത കോർണർ പാർട്ടും തമ്മിലുള്ള ടോട്ടൽ ലെങ്ത് നോക്കുക, അത് 29 ഇഞ്ചാണ്. ഈ 29 ഇഞ്ചിനെ നമ്മൾ ഫിക്സഡ് ആക്കിക്കൊണ്ട് നമ്മൾ ഹെം പാർട്ടിലെ പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കർവ് ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ആ 8.25 ഇഞ്ച് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. നമ്മൾ എക്സാക്ട് മെഷർമെൻറ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ സ്കേർട്ടിൻ്റെ രണ്ട് സൈഡും ചേർത്ത് അടിക്കുമ്പോൾ നമ്മുടെ എക്സാക്ട് മെഷർമെൻറ്റിൽ നിന്നാണ് വാല്യൂ കുറഞ്ഞു പോകുന്നത്. സോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ എക്സ്ട്രാ സീം അലവൻസ് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 0.25 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ വേസ്റ്റ് ലൈനും ഞാൻ നേരത്തെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ, ഒരു 1/4 ഇഞ്ച് മാറ്റി, അതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അതാകുമ്പോൾ നമുക്ക് അവിടെയും സീം അലവൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൈനിങ് പാർട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ എന്താ ഈ സെയിം തന്നെ നമ്മൾ മെയിൻ ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഇതേപോലെ തന്നെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു. അതിനുശേഷം എന്താ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ലൈനിങ്ങിൽ സ്കേർട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ അതങ്ങോട്ട് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. അപ്പം നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെയും നമ്മുടെ ലൈനിങ്ങിൻ്റെയും ഫോൾഡഡ് പാർട്ടും ഓപ്പൺ സൈഡും ഒരേപോലെ വരുന്ന രീതിയിൽ വെക്കുക. ഇതിപ്പം സ്കേർട്ടിൻ്റെ രണ്ടും ഓപ്പൺ സൈഡും ഒരേപോലെ ഫേസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഫോൾഡഡ് പാർട്ടും ഒരേപോലെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ ലെങ്ത് ആണ്, മെയിൻ ഫാബ്രിക്കിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 23 ഇഞ്ചാണ്. വേസ്റ്റ് ബാൻഡും കൂടി ചേർത്തിട്ടാണ് 23 ഇഞ്ച്. വേസ്റ്റ് ബാൻഡ് ഞാനിവിടെ എടുക്കുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് കേട്ടോ. സോ അത് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് 21 ഇഞ്ചാണ് കിട്ടുന്നത് മെയിൻ സ്കേർട്ടിൻ്റെ ലെങ്ത്. അതിൽ നമ്മൾ വേസ്റ്റ് റൗണ്ടിന് ഓൾറെഡി സീം അലവൻസും കൂടി ചേർത്താണ് കട്ട് ചെയ്തത്. അപ്പോൾ ഹെം പാർട്ടിന് വേണ്ടി മാത്രം സീം അലവൻസ് എടുക്കാൻ മതിയാകും. സോ അതിനാണ് ഞാനിവിടെ ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. ശരിക്കും 2.5 ഇഞ്ച് വേണ്ട, 1 ഇഞ്ചൊക്കെ മതി. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഹെം പാർട്ട് ശരിക്കും ചെയ്യാനായിട്ട് ഇപ്പം 1 ഇഞ്ച് വെച്ചിട്ട് മടക്കിടിക്കുന്നവർക്കാണെങ്കിൽ ഈ മെഷർമെൻറ്റ് വേണ്ടി വരും. അതല്ല നമ്മൾ ചെറിയ സീം വെച്ചിട്ട് ഇങ്ങനെ റോൾ ഹെം സീം മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സീം അലവൻസ് വേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്കേർട്ടിൻ്റെ ലൈനിങ് പാർട്ടും മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം.
6 ഇഞ്ചാണ്, വിഡ്ത്ത് വന്നിട്ട് 5 ഇഞ്ചാണ്. അത് നമ്മൾ സ്കേർട്ട് റൗണ്ടുമായിട്ട് ചേർത്ത് അറ്റാച്ച് ചെയ്തെടുക്കുക. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു വേസ്റ്റ് ബാൻഡിന് 2 ഇഞ്ച് വിഡ്ത്താണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇലാസ്റ്റിക് ആഡ് ചെയ്യുന്നത് ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിൻ്റെ ഇലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്കേർട്ടിന് കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ഞാൻ ആ സ്കേർട്ടിൻ്റെ എഡ്ജ് ഭാഗത്ത് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് മാറ്റി ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇലാസ്റ്റിക് കയറ്റാൻ നമ്മൾ കുറച്ച് സ്പേസ് ഓൾറെഡി വിടാൻ മറക്കരുത്. അപ്പോൾ ആ സ്പേസിലോട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് നമ്മൾ ടോട്ടൽ വേസ്റ്റ് റൗണ്ടിൽ നിന്ന് ഒന്നെങ്കിൽ 4 ഇഞ്ച് കുറച്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് കുറച്ച് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്കേർട്ടും നമ്മുടെ ഇലാസ്റ്റിക്കും കൂടി ചേർത്ത് ആ വേസ്റ്റ് ബാൻഡിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ സ്കേർട്ടിന് ഒന്നും കൂടി ഒരു പഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഒരു ലൈനിങ് പീസ്, ഒരു ഫാബ്രിക് എടുത്തിട്ട് ഇതേപോലെ ചുമ്മാ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്കേർട്ടിന് ഒന്നും കൂടി ഒരു എക്സ്ട്രാ പഫ്നെസ് കൊടുക്കും. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ക്യാനിലാണ് ചെയ്യേണ്ടത്. അത് എൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാൻ ലൈനിങ് പീസിൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. See you on my next video. Bye.